ഇപ്പോൾ നയതന്ത്ര വിദഗ്ധൻ KP ഫാബിയൻ കൂടി ടെലിഫോണിൽ ചേരുകയാണ്. നമസ്കാരം സർ. ഇറാന്റെ ഭാഗത്തു നിന്ന് ഉള്ളൊരു പ്രതികരണം പരമാവധി സമയം ഇറാൻ യുദ്ധത്തിലേക്ക് തന്നെയാണ് എന്നുള്ളതാണ്, ഒരു ചർച്ചയിലേക്കും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ കാണുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇനിയുള്ള സമയങ്ങൾ അതിരൂക്ഷമായ ഒരു യുദ്ധ സാഹചര്യത്തിലൂടെ പോകുമെന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇറാൻ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ 15 പോയിന്റ് നോട്ടിന്റെ ബേസിസിൽ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, പാകിസ്ഥാനും ചൈനയും കൂടി ഒരു 5 പോയിന്റ് നോട്ട് തയ്യാറാക്കിയിട്ടുണ്ടെന്ന്. അപ്പോ മിക്കവാറും ആ നോട്ട് തയ്യാറാക്കിയതിന് മുമ്പ് അവര് ഇറാനുമായിട്ട് സംഭാഷണം നടത്തി കാണും, ചൈന നടത്തി കാണും. അപ്പോൾ മിക്കവാറും ആ 5 പോയിന്റ് നോട്ടിന്റെ ബേസിൽ ഇറാൻ സംസാരിക്കാൻ തയ്യാറാവും. അമേരിക്കയാണ് ചർച്ചയ്ക്ക് തയ്യാറല്ലാത്തത്. കാരണം അമേരിക്ക പറയുന്നത് ആ 15 പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക ചർച്ച വേണം. പക്ഷെ അത് ഇറാൻ സമ്മതിക്കുന്നില്ല. ആ 15 പോയിന്റ് നമുക്ക് അതിന്റെ ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല, പക്ഷെ അതിന്റെ കുറെ വിവരങ്ങൾ നമുക്കറിയാം. ഒന്ന്, ഇറാൻ ന്യൂക്ലിയർ ഇഷ്യൂയുടെ കാര്യത്തിൽ നമുക്കറിയാമല്ലോ, ഫെബ്രുവരി 27-ാം തീയതി ഒമാൻ ജനീവയിലെ ഒമാൻ എംബസിയിൽ വെച്ച് നടന്ന സംഭാഷണങ്ങളിൽ ഇറാൻ ന്യൂക്ലിയർ ഇഷ്യൂയുടെ കാര്യത്തിൽ വളരെ വളരെ നല്ലതായ ഒരു ഫോർമാറ്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സീറോ എൻറിച്ച്മെന്റ്, സീറോ സ്റ്റോക്ക് പൈലിംഗ്, ട്രാൻസ്ഫോമിംഗ് ദ uranium 60% enriched material into something much less, and also never ever to seek a nuclear weapon. അപ്പോ അക്കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ അമേരിക്കയുടെ വേറെ ആശയങ്ങളുണ്ട്. ഒന്ന്, ഇറാന്റെ മിസൈൽ കപ്പാസിറ്റി, ഡെവലപ്മെന്റ് കപ്പാസിറ്റി നിർത്തുക, ലിമിറ്റ് ചെയ്യുക. പിന്നെ ഇറാൻ മറ്റ് ഹൂത്തീസിനോ ഹമാസിനോ ഹിസ്ബുള്ളയ്ക്കോ യാതൊരു തരത്തിലുള്ള സഹായം കൊടുക്കുന്നത് നിർത്തണം. അപ്പൊ ഇതൊന്നും ഇറാൻ സമ്മതിക്കാൻ പോകുന്നില്ല. അപ്പൊ അമേരിക്കയാണ് റിയലിസ്റ്റിക് ആയിട്ട് നോക്കുമ്പോൾ മറ്റേ എതിർ കക്ഷിക്ക് സ്വീകരിക്കാൻ സാധിക്കാത്ത ആശയങ്ങൾ, പ്രപ്പോസൽസ് ഉന്നയിച്ചിട്ടുള്ളത്. തന്നെയുമല്ല, പ്രസിഡന്റ് ട്രംപിന്റെ നീക്കങ്ങളിൽ നിന്ന് പെന്റഗന്റെ നമുക്കറിയാം, ഇപ്പോൾ ഒരു മിലിറ്ററി അപ്രോച്ചാണ് പ്രസിഡന്റ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇറാനെ കുറ്റം പറയുന്നതിൽ യാതൊരു കാര്യമില്ല. ഈ സാഹചര്യത്തിൽ ഇസ്രയേലിന്റെ ഒരു നിലപാട് എന്തായിരിക്കും? ഇതിലിപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമവായ ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇനി ഇസ്രയേലിന്റെ ഈ ഘട്ടത്തിൽ ഇസ്രയേലിന്റെ ഒരു നിലപാട് അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്? ഇസ്രയേലിന്റെ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ, നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒക്ടോബർ വരെ കൊണ്ടുപോകണം. കാരണം ഒക്ടോബറിലാണ് ഇലക്ഷൻ. അപ്പോ അതിന് 2 ദിവസം മുമ്പ് നെതന്യാഹു സീസ്ഫയറിന് തയ്യാറാവും. എന്നിട്ട് ഒരു വാർ ഹീറോ ആയിട്ട് അദ്ദേഹത്തിന് കൂടുതൽ വോട്ട് കിട്ടണം. അതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. പക്ഷേ പ്രസിഡന്റ് ട്രംപ് ഈ അടുത്ത ദിവസം പറഞ്ഞു, ഇസ്രയേലിനോട് അദ്ദേഹം ഓർഡർ ചെയ്യും സീസ്ഫയറിന്. അപ്പൊ എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെയുള്ളൊരു ഭാഷ ഉപയോഗിച്ചെന്ന് ചോദിച്ചാൽ, അമേരിക്ക ക്രിറ്റിസിസം വന്നിട്ടുണ്ട്. ഇത് നെതന്യാഹു തുടങ്ങിയ യുദ്ധമാണ്, അതിലേക്ക് ട്രംപ് കാര്യമായ ആലോചനയില്ലാണ്ട് എടുത്തു ചാടിയതാണ്. ആ ക്രിറ്റിസിസം വന്നുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത് ഹി വിൽ ഓർഡർ നെതന്യാഹു ടു സ്റ്റോപ്പ് ഇറ്റ്. പക്ഷെ ഇത് നാളെ മാറ്റാനും ട്രംപിന് കഴിവുണ്ട്. അദ്ദേഹം ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. KP ഫാബിയൻ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.